ഡോക്ടർ ആതിര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോ ആൻഡ് ഗോ ബൈ ഡോക്ടറെ. ഇന്നത്തെ കാലത്ത് സ്കിന്നിനെ പറ്റിയിട്ടുള്ള കൺസേൺസും സ്കിൻ കെയറിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സും ദിവസേന ഇങ്ങനെ കൂടി വരികയാണല്ലേ. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് മാത്രമല്ല, അതിലുപരി അതൊരു സർവൈവൽ കൂടിയാണ്. ഏതെല്ലാം സോഷ്യൽ നിന്ന് ഏതെല്ലാം സ്കിൻ വൈറ്റനിങ് ക്രീംസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കളക്ട് ചെയ്ത് വാങ്ങി പരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല. അതിനായി സെർച്ച് ചെയ്ത് കാണാത്ത യൂട്യൂബ് വീഡിയോസും കുറവായിരിക്കും. എല്ലാവർക്കും വെളുത്തിട്ട് പാറണം. സോ അതിനായിട്ട് പല പല സ്കിൻ വൈറ്റനിങ് ക്രീംസ്, സെറംസ്, ഫേസ് മാസ്കുകൾ ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫെയർനെസ് അല്ല, അതിലപ്പുറം ഒരു ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ യൂസിൽ അല്ലെങ്കിൽ ഓവർനൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ 3 to 4 ഷെയ്ഡ്സ് സ്കിൻ ലൈറ്റൻ ആകും എന്ന് പറഞ്ഞ് കാണുന്ന റീൽസും പോസ്റ്റേഴ്സ് ഒക്കെ ഒറ്റ നോട്ടത്തിൽ ക്യാച്ച് ചെയ്യാണ്. ബട്ട് ഒരു ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ എന്ന് പറയുന്നത് നമുക്ക് ഓവർനൈറ്റ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്. കൺസിസ്റ്റൻസിയാണ് അവിടെ വേണ്ടത്. കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ്. ആയുർവേദം പറയുന്നത് വേരുകളിലേക്ക് മടങ്ങുമെന്നാണ്. ചരകാചാര്യം ചരക സംഹിത സൂത്രസ്ഥാനം 4-ാം അധ്യായത്തിൽ ഒരു 10ഓളം വരണ്യഗണ ഔഷധങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദനം, പുന്ന, രാമച്ചം, പത്മകം, ഇരട്ടിമധുരം, മഞ്ചിഷ്ടം ഇവയെല്ലാം അവയിൽപ്പെടുന്ന ചില ഔഷധങ്ങളാണ്. നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും ചർമ്മ പോഷണത്തിനും ചർമ്മത്തിന് ഒരു തിളക്കം നൽകാനും മൃദുത്വം നൽകാനും നാച്ചുറൽ ആയിട്ടുള്ള റേഡിയൻസ് എൻഹാൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഈ പറഞ്ഞ ഔഷധങ്ങളുടെ ഗുണങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. സോ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇന്ന് ഞാനൊരു 3 സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറലും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസ് പാക്കുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. So let's glow together and let's move on to the video. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫസ്റ്റ് നമ്മുടെ ഞവര ഫേസ് പാക്ക് ആണ്. ഇതിനെപ്പറ്റി എല്ലാവരും ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞവര അരി, ബലാമൂല ഡെക്കോക്ഷൻ, പാല് എന്നിവയാണ്. ഈ ബലാമൂല ഡെക്കോക്ഷൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട, നമ്മുടെ കുറുന്തോട്ടിയുടെ വേര് കഷായം വെച്ചാണ് കേട്ടോ. ഇനി ഇതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഞവര അരിയാണ്. ഞവര, നവര, അതേപോലെ 60 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം അരിയായതുകൊണ്ട് ഇതിനെ ശാഷ്ടികശാലി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഞവര ചർമ്മ പോഷണം, അതായത് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് നറിഷ് ചെയ്യാൻ സഹായിക്കുന്നു. ഡ്രൈ, സ്കെയിലി, ഇറിറ്റേറ്റഡ് സ്കിന്നിന് ഒരു ഐഡിയൽ ഓപ്ഷൻ കൂടിയാണ്. ഓയിൽ പ്രൊഡക്ഷൻ ബാലൻസ് ചെയ്യാനും സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ ബലാമൂലം അഥവാ കുറുന്തോട്ടി വേരിൻ്റെ കഷായമാണ്. അതിന് മുന്നായിട്ട് നമ്മുടെ ഈ പറഞ്ഞതും പറയാൻ പോകുന്നതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കടകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇനി ഇതുണ്ടാക്കുന്നത് നമ്മുടെ ബലാമൂലം, അതായത് നമ്മുടെ കുറുന്തോട്ടി വേര് ആവശ്യാനുസൃതം എടുത്ത് കഴുകി ചതച്ച് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ കുറുന്തോട്ടി ബല്യദ്രവ്യങ്ങൾ പെടുന്ന ഒന്നാണ്, അതായത് ശരീരശക്തി, ത്വക്ശോഭ, ധാതുപോഷണം എന്നിവയ്ക്കൊക്കെ സഹായിക്കുന്നു. അതേപോലെ അണുബാധനാശകവും വാതപിത്ത ശാമകവുമാണ്. ത്വക്കിലെ ചുവപ്പ്, ആക്നെ, എക്സിമ, ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിനും ചൂട് മൂലമുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് വളരെ ഉത്തമമാണ്. ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ പാലാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഒരു നാച്ചുറൽ ക്ലെൻസറാണ്, നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. ലാക്ടിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ജെന്റിലായ എക്സ്ഫോളിയേഷൻ വഴി നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. പാലിലുള്ള വൈറ്റമിൻ എ, ഡി എന്നിവ ത്വക്കിന്റെ ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന വഴി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതിൽ നമുക്ക് ഞവര 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, കഴുകി ഉണക്കിപ്പൊടിച്ച് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. ആവശ്യാനുസരണം 1-2 ടേബിൾ സ്പൂൺ എടുത്ത് ബാക്കി ചേരുവകളും ചേർത്ത് ഫേസ് പാക്ക് ഉണ്ടാക്കാം. രണ്ടാമതായിട്ട് അരിയായി തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ കഴുകി വേവിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇത് ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ടും എല്ലാവരുടെയും ഈ ഹെക്റ്റിക് അല്ലെങ്കിൽ ഫാസ്റ്റ് പേസ്ഡ് റൊട്ടീൻ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആയിരിക്കും കുറച്ചുകൂടി പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള അളവുകളൊന്നും ഞാൻ പറയുന്നില്ല. ആവശ്യമായിട്ടുള്ള അളവിൽ, അത് 1-2 ടേബിൾ സ്പൂൺ ഞവര പൊടിച്ചതും നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറുന്തോട്ടി കഷായവും പാലും കൂടി ചേർത്ത് വേവിച്ച് കുറുക്കിയെടുക്കുക. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർ പാലിന്റെ അളവ് കുറച്ച് കൂട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് തണുത്ത ശേഷം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. മാക്സിമം ഒരു 20-25 മിനിറ്റോ വെച്ചതിന് ശേഷം കഴുകിക്കളയുക. ഒരിക്കലും ഫേസ് പാക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആകുന്നവരെ കാത്തിരിക്കേണ്ടതില്ല. ഇനി നെക്സ്റ്റ് എഷ്ടിമധു അഥവാ ഇരട്ടി മധുരം കൊണ്ടുള്ള ഫേസ് പാക്ക് ആണ്. ലിക്വറൈസ് എന്നതിനെ ഇംഗ്ലീഷിൽ പറയും.
വർണ്ണ്യ മേധ്യഗണത്തിൽപ്പെട്ട ഔഷധമാണ്. കോംപ്ലക്ഷൻ എൻഹാൻസ് ചെയ്യാനും ഇന്റലക്ച്വൽ പവറും അതോടൊപ്പം സ്വരശുദ്ധി വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നിറം വർദ്ധിപ്പിക്കാനും സൺ ടാൻ, ഫേസിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ, മുഖക്കുരു കൊണ്ടുള്ള കറുത്ത പാടുകൾക്കും കരിമംഗല്യം അഥവാ മെലാസ്നയൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഫസ്റ്റ് നമ്മൾ ഒരു ഓയിലി സ്കിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇരട്ടി മധുരം വെച്ചിട്ടുള്ളത്. ഇരട്ടി മധുരം 1-2 ടേബിൾ സ്പൂൺ എടുക്കുക. അതോടൊപ്പം കടലമാവും റോസ് വാട്ടറും കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഇരട്ടി മധുരം, ഓട്സ് പൗഡറും പാലും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി, അതായത് നമ്മുടെ പേസ്റ്റ് രൂപത്തിലാക്കി ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കടലമാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്കിൻ ഡ്രൈ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് പകരം ഓട്സ് പൗഡർ ഉപയോഗിക്കുന്നത്. ഓട്സ് പൗഡറിലുള്ള ബീറ്റ ഗ്ലൂക്കൻ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറിനെ ഫോം ചെയ്ത് അതുവഴി മോയ്സ്ചറിനെ ലോക്ക് ചെയ്യുകയും ചർമ്മത്തിന്റെ മൃദുത്വം നൽകാനും സഹായിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ഇരട്ടി മധുരത്തിൽ ഗ്ലാബ്രിഡിൻ എന്നൊരു ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് മെലാനിന്റെ ഉൽപാദനം കുറച്ചുകൊണ്ട് സ്കിന്നിനെ സ്വാഭാവികമായിട്ട് വെളുപ്പിക്കാനും തിളക്കം നൽകാനൊക്കെ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഏലാതി ചൂർണം കൊണ്ടുള്ള ഫേസ് പാക്ക് ആണ്. ഇതിൽ ഏലം, കസ്തൂരിമഞ്ഞൾ, രാമച്ചം, തകര, ചന്ദനം, പട്ട തുടങ്ങിയ 20ഓളം ഔഷധക്കൂട്ടുകൾ കൊണ്ടുള്ള ഒരു പൊടിയാണ്. ഇതിന് ആന്റിസെപ്റ്റിക് അതുപോലെ ആന്റി ഫംഗൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് 2 തരത്തിൽ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. ഒന്നാമത്തെ കൂട്ടെന്ന് പറഞ്ഞാൽ ഏലാതി ചൂർണവും രക്തചന്ദനത്തിന്റെ പൊടിയും തൈരും കൂടി എടുത്ത് കുഴമ്പ് രൂപത്തിലാക്കി ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ഏലാതി ചൂർണവും ത്രിഫല ചൂർണവും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലാതി ചൂർണം എടുക്കുക, തൈരോ മോരിലോ മാത്രം കുഴമ്പ് രൂപത്തിലാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതേപോലെ ഞാൻ ഈ പറഞ്ഞ ത്രിഫല ചൂർണമായാലും രക്തചന്ദനമായാലും നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഓൺലൈനിലൊക്കെ. ഒന്നെങ്കിൽ കേരള ആയുർവേദയുടെയോ അല്ലെങ്കിൽ കോട്ടയ്ക്കലിൻ്റെയൊക്കെ ഇത് നമുക്ക് പൗഡർ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ ആദ്യം പറഞ്ഞ ഈ ഞവര ഫേസ് പാക്കിൽ വേണമെങ്കിൽ 2 പിഞ്ച് മഞ്ചിഷ്ടത്തിന്റെ പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്ക് എല്ലാം സ്കിന്നിലുള്ള ഓൾമോസ്റ്റ് ഉള്ള പ്രോബ്ലംസിനൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരുന്നു. സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള റേഡിയൻസ് എൻഹാൻസ് ചെയ്യാൻ, സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കോംപ്ലക്ഷൻ എൻഹാൻസ് ചെയ്യാനൊക്കെ ആയിട്ടും മറ്റ് പിഗ്മെന്റേഷൻ, ആക്നെ സ്കാർ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഫേസ് പാക്കിലാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ആയുർവേദ ഫേസ് പാക്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലായ ഗ്ലോ ആൻഡ് ഗോ ബൈ ഡോക്ടറെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഓൾ.